ഒരുപാട് കാലമായി ഷുഗർ ഉള്ള ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് കയ്യിലെയും കാലിലെയും തരിപ്പും സിവിയർ ആയിട്ടുള്ള വേദനയും. ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ഇതിനെ പറയുന്ന പേര് ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് ന്യൂറോപ്പതി എന്നാ പറയാം. അതായത് ഗ്ലൗസ് ഇടുന്ന ഭാഗത്ത് സിവിയർ ആയിട്ട് പെയിൻ, അല്ലെങ്കിൽ സോക്സ് ഇടുന്ന ഭാഗത്ത് സിവിയർ ആയിട്ട് പെയിൻ. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നല്ല, പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് മരുന്നുകളോ ഇൻസുലിനോ വെച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ്. വീണ്ടും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെഡിസിൻസ്. ഞരമ്പിനൊക്കെ ബലം കൂട്ടാനുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത്, നമ്മുടെ നാഡിയിലേക്കും ഞരമ്പിലേക്കും ഷുഗർ ബാധിച്ചു കഴിഞ്ഞാൽ രക്തയോട്ട കുറവുണ്ടാകുകയും അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതുകൊണ്ട് ഞരമ്പുകൾക്ക് ബലം കൂട്ടാനുള്ള മെഡിസിൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ടെൻസ് പോലുള്ള ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാം. ചില കേസുകളിൽ PRP ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ഡയബറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് ന്യൂറോപ്പതി ട്രീറ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഒരു പെയിൻ ഫിസിഷ്യനെ കാണിക്കേണ്ടത്.